പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി സങ്കീർത്തകനോട് ചേർന്ന് ഹൃദയം കൊണ്ട് ഈ വചനം പറയാം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. അതിനാൽ ഞാൻ കുലുങ്ങി വീഴുകയില്ല. നമ്മുടെ അഭയശിലയും കോട്ടയുമായ കർത്താവ് അൾത്താരയിലുണ്ട്. നമുക്ക് ചുറ്റും അവൻ തൻ്റെ സ്നേഹത്തിൻ്റെ കോട്ട തീർക്കുന്ന സമയമാണ്. തൻ്റെ സാന്നിധ്യത്തിൻ്റെ കോട്ട തീർക്കുന്ന സമയമാണത്. ഈശോ അൾത്താരയിൽ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ചാരയുണ്ട്. ആ സ്നേഹത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ദൈവസന്നിധിയിൽ. ഈ നിമിഷങ്ങളൊക്കെ പ്രാർത്ഥനയിലായിരിക്കുക. കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കോട്ടയ്ക്കുള്ളിലാണ് നമ്മൾ. ഇവിടെ നിന്ന് നമ്മൾ പറയുന്നതൊക്കെ തമ്പുരാൻ കേൾക്കും. അതിനകത്ത് ഒരു സംശയമില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും പോലും ഇപ്പോൾ അവൻ കേൾക്കും. നിൻ്റെ സങ്കടങ്ങളും നിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളും അവൻ കേൾക്കും, കേട്ടുകൊണ്ടിരിക്കും. നിൻ്റെ ഹൃദയ സ്പന്ദനങ്ങൾ അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. കാരണം എന്താ? അവൻ്റെ സ്നേഹത്തിൻ്റെ പരിധിക്കുള്ളിലാണ് നീ ഇപ്പോൾ നിന്നെ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നീ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചാലോ? ഈ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് അധരം തുറന്ന് ദൈവമേ എന്നൊന്ന് ചങ്കുപൊട്ടി വിളിച്ചാലോ? കേൾക്കാതിരിക്കോ? നിശ്ചയമായിട്ട് തമ്പുരാൻ കേൾക്കും. നിന്റെ ഹൃദയത്തിൻ്റെ ആ തുടിപ്പുകളും സ്തുതിപ്പുകളും ഉള്ളുകൊണ്ട് നീ വേദനിക്കുന്നതും ഭാരപ്പെടുന്നതും സങ്കടപ്പെടുന്നതൊക്കെ നിന്റെ കർത്താവ് ഇപ്പോൾ നീ ആ സ്നേഹവലയത്തിൽ നിന്നെ സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ നീ കരയുമ്പോൾ, നീ നിലവിളിക്കുമ്പോൾ അത് കർത്താവിനെ കേൾക്കാതിരിക്കാൻ പറ്റുമോ? സങ്കീർത്തനം 61:1 മുതലുള്ള വചനങ്ങൾ. സങ്കീർത്തനം 61:1 മുതലുള്ള വചനങ്ങൾ. സങ്കീർത്തകൻ പറയാണ്, ദൈവമേ എൻ്റെ നിലവിളി നീ കേൾക്കണമേ. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചില വിഷയങ്ങളിൽ ഒരു ഉത്തരം കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുപോലും ഭാരപ്പെട്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. മക്കളെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട്. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾ രോഗിയായതിനെ ഓർത്ത് കരയുന്നവർ ഇതിനകത്തുണ്ട്. ജീവിത പങ്കാളിയുടെ ദുസ്വഭാവത്തെ ഓർത്തും ചില തീരുമാനങ്ങളെ ഓർത്തും സ്വഭാവത്തിൻ്റെ സവിശേഷതകളെ ഓർത്തൊക്കെ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക മേഖലകൾ, അതിൻ്റെയൊക്കെ നൂലാമാലകളും കടക്കെണിയുടെ നടുവിലൊക്കെ അല്ലാതെ വിലപിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കരയുന്നവരുണ്ട്. ചങ്ക് പൊട്ടി നീറുന്ന വേദനയോടെ നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കാരണം ഒരു പരിഹാര മാർഗവും മുന്നിലില്ല. എല്ലാം അടഞ്ഞു. ഒന്നുമില്ല മുന്നോട്ട് പോകാൻ. പ്രതീക്ഷിക്കാനൊന്നുമില്ല. സ്വപ്നം കാണാനൊന്നുമില്ല. പുറത്തോട്ടിറങ്ങി എന്ത് ചെയ്യണമെന്നറിയില്ല. തമ്പുരാനെ, സങ്കീർത്തകൻ പറഞ്ഞതുപോലെ ദൈവമേ എൻ്റെ നിലവിളി നീ കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന നീ ചെവിക്കൊള്ളണമേ. ഈശോയെ നീ കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ മക്കൾ ഇന്ന് ഈ ആലയത്തിൽ വന്നത്. ഈശോ, ഇത്രയും പേര്, എന്തെല്ലാം തിരക്കുകളുണ്ടായിട്ടും എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ടും ഈ ആയിരക്കണക്കിന് ജനങ്ങളെ തമ്പുരാൻ ഈ ആലയത്തിൽ നീ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? അനേകർ ഓൺലൈനിലൂടെ ശുശ്രൂഷകളിൽ ഇരുന്ന് പങ്കുചേരാൻ 4-5 മണിക്കൂർ സമയം തമ്പുരാനെ സ്നേഹിച്ച് വചനം കേൾക്കാൻ തമ്പുരാൻ ഈ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ചങ്കിൽ അതുപോലെ ഭാരമുണ്ട്. പ്രാർത്ഥനയുടെ വിഷയങ്ങളുണ്ട്, വേദനകളുണ്ട്, തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന, പ്രത്യാശ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളും പേറിയ തമ്പുരാൻ ഈ മക്കൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്.
ഈശോയെ, നീ ഒരാളെ പോലും വെറും കൈയോടെ പറഞ്ഞയക്കരുത്. ഒരാളെ പോലും വെറും കൈയോടെ പറഞ്ഞയക്കരുത് ഈശോയെ. നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ മക്കളാണിവര്. നിന്റെ മുമ്പിൽ നിലവിളിക്കാൻ ഹൃദയവും കരങ്ങൾ ഉയർത്തിയ മക്കളാണിവര്. ഈശോയെ, വെറും കൈയോടെ നീ ഇവരെ പറഞ്ഞയക്കരുതേ. 61:2 സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ അവസ്ഥയാണ്. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ആമേൻ. ഇതല്ലേ നമ്മുടെ പ്രാർത്ഥന. ദൈവമേ, ഹൃദയം തകർന്നിട്ട് കർത്താവേ, ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു. എനിക്ക് കയറാൻ പറ്റാത്ത പാറയിൽ, അങ്ങനെ പറയുന്നത്, എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ എന്നെ കയറ്റി നിർത്തണമേ എന്ന്. ഈശോയെ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുടെ ഹൃദയത്തിന്റെ വേദന ഇതാണ്, പ്രാർത്ഥന ഇതാണ്, സങ്കടം ഇതാണ്. ദൈവമേ, ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, ഞങ്ങൾക്ക് കയറാൻ പറ്റാത്ത, ഞങ്ങൾക്ക് അപ്രാപ്യമായ പാറയിൽ നീ ഞങ്ങളെ കയറ്റി നിർത്തണമേ. അഭിഷേകത്തിന്റെ പാറ, അനുഗ്രഹത്തിന്റെ പാറ, സാമ്പത്തികത്തിന്റെ പാറ, വിദേശ യാത്രകള്, വിസ തടസ്സങ്ങള്, എന്തെല്ലാം കാര്യങ്ങൾ പരിശ്രമിച്ചിട്ട് അധ്വാനിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സങ്ങൾ നേരിടുന്ന വിഷയങ്ങള്, ദൈവമേ, ഞങ്ങൾക്ക് അപ്രാപ്യമായ പാറയിൽ നീ ഞങ്ങളെ കയറ്റി നിർത്തണമേ. ഈശോയെ, നിന്നോടല്ലേ ഞങ്ങൾ ചോദിക്കുന്നേ? മരണത്തെ ജയിച്ചവനല്ലേ നീ? ലാസറിനെ കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവനല്ലേ നീ? 38 വർഷം തളർന്നു കടന്ന രോഗിയെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചവനല്ലേ നീ? അന്തര് കാഴ്ച നൽകിയവനല്ലേ ദൈവമേ? നിന്നോടാ ചോദിക്കുന്നേ, നിന്നോടാ യാചിക്കുന്ന ദൈവമേ, ഞങ്ങൾക്കും അപ്രാപ്യമായ പാറയുണ്ട്, കയറ്റി നിർത്തണമേ. ഈശോയെ, ഞങ്ങളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തണമേ. ഞങ്ങൾക്ക് എഴുന്നേക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഈ പാറയിൽ കയറാൻ വയ്യ. നീ തന്നെ കൈക്ക് പിടിച്ച് ഞങ്ങൾക്ക് കയറാൻ പറ്റാത്ത ഈ പാറയിൽ നീ ഞങ്ങളെ കയറ്റി നിർത്തണമേ. ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട്. മക്കളെ, പ്രതീക്ഷിച്ച പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണമായി പോയ മക്കള്, വർഷങ്ങളോളം കാത്തിരുന്നിട്ടും ചില സ്വപ്നങ്ങൾ സഫലീകരിക്കപ്പെടാതെ നിരാശകളിലേക്ക്, സങ്കടങ്ങളിലേക്കൊക്കെ വീണുപോയ മക്കള്, എന്തിന് ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചവരിതിനകത്തുണ്ട്. ദൈവം നിനക്ക് കയറാൻ പറ്റാത്ത അപ്രാപ്യമായ പാറയിൽ നിന്നെ കയറ്റി നിർത്തുന്ന സമയമാണത്. ഈ സമയം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയം. ദൈവം പ്രവർത്തിച്ചാൽ മക്കളെ ഒന്നും ഒരു പ്രശ്നമല്ല. ചെങ്കടലൊന്നും ഒരു പ്രശ്നമല്ല. ജെറീക്കോ മതിലൊക്കെ തകർന്നു പോകും. പാപത്തിൻ്റെ ജെറീക്കോ മതിൽ തകരാൻ തമ്പുരാൻ്റെ സ്നേഹം പ്രവർത്തിച്ചാൽ മതി. നിന്റെ ഉള്ളിൽ അന്ധകാരത്തിൻ്റെ മതിൽക്കെട്ടുകൾ തകരാൻ ഇവൻ്റെ പ്രകാശം വന്നാൽ മതി. നീ കടന്നു പോകുന്ന സകല അസ്വസ്ഥതകളും മാറാൻ ഇവൻ നിന്നെ സഹായിച്ചാൽ മതി. നീ ലോകത്തിൽ ആരും നിന്നെ സഹായിക്കാനില്ലേ? വേണ്ട, പോട്ടെ. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത് നമ്മൾ വചനത്തിൽ കേട്ടതല്ലേ? ദൈവമേ, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇതൊന്ന് ചങ്കിലെടുത്തേ. നീ നിലവിളിക്കുന്ന നിന്റെ ദൈവത്തിന്റെ മുമ്പിലാണ്. നിനക്ക് വേണ്ടി കാൽവരിയിൽ നിലവിളിച്ച് തൻ്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി നൽകിയ കർത്താവിൻ്റെ മുമ്പിൽ നീ നിലവിളിക്കുമ്പോൾ അവൻ കേൾക്കാതിരിക്കില്ല. കാണാൻ പറ്റാത്ത രീതിയിൽ കർത്താവിൻ്റെ കണ്ണുകൾ അടയ്ക്കാൻ പറ്റില്ല. കാരണം നീ അവൻ്റെ മകളാണ്, നീ അവൻ്റെ മകനാണ്, നീ പൊന്നോമനയാണ്. വിശ്വസിക്കുക. കർത്താവേ, ഞങ്ങളുടെ നിലവിളിക്ക് നീ ഉത്തരം തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും വേദനകളും ഒക്കെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ മുമ്പിലാണ് മക്കളെ, സ്വർഗത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ കൈക്ക് പിടിച്ച് നിന്നെ പൊക്കിയെടുക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും. പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോയി സിംഹക്കുഴിയിലേക്ക് ഇട്ടില്ലേ? ഇതാ നിന്നെ കൈക്ക് പിടിച്ച് സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന സമയം. നിന്റെ കുടുംബത്തെ, നിന്റെ വരുമാന മാർഗങ്ങളെ, നീ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് സ്വർഗം ഇറങ്ങി വരുന്ന സമയം. ശരീരം അസ്ഥിയായി കാണും, വിഷയമില്ലെന്നേ. നീ പറ, എൻ്റെ കർത്താവിന് ജീവൻ തരാൻ പറ്റും.
അസ്ഥികളോട് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ജീവനുണ്ടായെങ്കിൽ നീ കർത്താവിന്റെ മുമ്പിലല്ലേ നിലവിളിക്കുന്നേ? ജീവൻ തരാൻ കഴിവുള്ളവൻ, ജീവന്റെ സമൃദ്ധിയുടെ മുമ്പിൽ നിന്നല്ലേ നീ വിളിക്കുന്നേ? ഇതാ ജീവന്റെ ഉറവ നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയം. ഇരുകരങ്ങൾ ഉയർത്തി അതരം തുറന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ, ഈശോയേ എന്ന് വിളിച്ചേ, യേശുവേ, ഈശോയേ, ഈശോയേ, ഇടപെടണമേ. മാരക രോഗികൾ ഇതിനകത്തുണ്ട്. ക്യാൻസർ പോലുള്ള രോഗം മൂലം വിഷമിക്കുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിൽ നിന്നെ വിളിക്കുന്ന മക്കളുണ്ട്. തകർന്ന കുടുംബങ്ങളുണ്ട്. യേശുവേ, 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 എവിടെ ചെന്ന് തൊട്ടാലും നഷ്ടം മാത്രം നേരിടുന്നവരുണ്ട്. യേശുവേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈ മക്കളുടെ കണ്ണുനീര് കാണണമേ. യേശുവേ, ഇവിടെ നിലവിളി നീ കേൾക്കണമേ. കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്നവരെ, കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവരെ, അലച്ചിലുകൾ എണ്ണി തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ദൈവമേ, യേശുവേ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, കരങ്ങൾ മാറോട് ചേർത്ത് കണ്ണുകൾ അടച്ച് മാത്രം എൻ ദൈവമേ. ഈ പാട്ടിന്റെ വരികൾ നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ആമേൻ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എന്നേശുവേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച്, കർത്താവേ, ഞങ്ങൾ ഇതുവരെ എത്തിയെങ്കിൽ അത് നിന്റെ കരുണയാണ്. ഞങ്ങൾ ഇതുവരെ എത്തിയെങ്കിൽ ഞങ്ങൾ നിന്റെ സ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ്. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ദൈവമേ, നിന്റെ വചനം ഞങ്ങൾക്ക് ആനന്ദമല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ മൂഢതയുടെ ദേശത്തെത്തുമായിരുന്നു. ഈശോയേ, നിന്റെ കരുണയാണല്ലോ ഞങ്ങളെ കൈപിടിച്ചത്. നിന്റെ സ്നേഹമാണല്ലോ ഞങ്ങളെ വഴി നടത്തിയത്. നിന്റെ സാന്നിധ്യമാണല്ലോ ഇന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. കൂടാരവിരിപ്പിൽ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. കരങ്ങൾ കൂപ്പി. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതമാ പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പിൽ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും.
അല്പകാലം കഴിഞ്ഞ് ഉയർന്നതമാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതമാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ആരാധന 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 സർവ്വയരട്ടെ. ആരാധന 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 ഉച്ചത്തിൽ വിളിച്ച ഈശോ ആരാധന യേശുവേ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന ആരാധന ആരാധന. ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന 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 ആരാധന. ഒരു ജോലിയിൽ ഒരു പ്രൊമോഷൻ, ആ അവസ്ഥയിൽ നിന്നും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ കൂട്ടായ്മയിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. സാക്ഷ്യം പറയാൻ തീരുമാനമെടുത്ത് അനുഗ്രഹം സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. കണ്ണിനിങ്ങനെ അലർജിയും ചൊറിച്ചിൽ പോലത്തെ അവസ്ഥയൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അവസ്ഥയുണ്ടായിരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം വായിക്കാൻ, വചനം പഠിക്കാൻ ഒക്കെയുള്ളൊരു ദാഹം ഒരു മനസ്സിൽ കർത്താവ് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന ശക്തമായൊരു ദാഹം കർത്താവ് നൽകുന്നുണ്ട്. അങ്ങനെ ദാഹം കിട്ടുന്നവർ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. വചനത്തിൻ്റെ ഒരു അഭിഷേകം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് രണ്ട് പ്രത്യേക വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ദിവ്യാനീശ്വര ആശീർവാദം സ്വീകരിക്കും. ഒന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി മക്കൾ, പ്രത്യേകിച്ച് അവധി ആയതുകൊണ്ടാണ് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ ഒത്തിരി മക്കൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ശുശ്രൂഷകൾക്കായിട്ട് വരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം നമുക്കിപ്പോൾ സമർപ്പിക്കാം. നിങ്ങളുടെ ഇരു കരങ്ങളും, ഈ നിങ്ങളുടെ മാതാപിതാക്കളെല്ലാവരും നിങ്ങളുടെ കരങ്ങൾ രണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ ഉയർത്തിപ്പിടിക്കുക. നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൂടി മനസ്സിൽ കണ്ടോ, കുഴപ്പമില്ല. വിദേശത്തുള്ളവരുണ്ട്, വിദൂരത്തുള്ളവരുണ്ട്, ജോലിക്ക് പോയവരുണ്ട്, പരീക്ഷയ്ക്ക് പോകുന്നവരുണ്ട്, ഇതെല്ലാം സമർപ്പിക്കാം. എന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞുമക്കളെ ഈ ആലയത്തോട് ചേർന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് വന്ന് വചനം പഠിക്കാനും ഈ കുട്ടികളോടൊപ്പം ഈശോയെക്കുറിച്ച് അറിയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച കുഞ്ഞുങ്ങളാണ്. ഭാഗ്യം ലഭിച്ച കുഞ്ഞുങ്ങളാണ് ഇവർ. ഈ ഭാഗ്യം ലഭിക്കാത്ത എത്രയോ മക്കളുണ്ടെന്നറിയാമോ? ഇങ്ങനെ അവസരം ഈ കുഞ്ഞുങ്ങൾ കിട്ടിയതിനോർത്ത് ഈ കുഞ്ഞുങ്ങൾ പിന്നീട് ദൈവത്തിന് നന്ദി പറയും. ഇപ്പം ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാകില്ല, മാതാപിതാക്കൾ നിർബന്ധിച്ചൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹങ്ങൾ, ഈശോ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർക്ക് വേണ്ടത് നൽകണമെന്ന് പ്രാർത്ഥിക്കും. കൂട്ടായ്മയിൽ രോഗികളായ കുഞ്ഞുങ്ങളുണ്ട്, ഇവർക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ആ മേഖലയിൽ വിടുതലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. സ്വഭാവത്തിൽ കുറവുകളുള്ളവരുണ്ട്, അസ്വസ്ഥതകളുള്ളവരുണ്ട്, പറഞ്ഞാൽ അനുസരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, ചില അഡിക്ഷനിലേക്ക് പോയ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. ഇവരെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിശുദ്ധ ജീവിതത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരാളുള്ളെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്. വിശുദ്ധിക്ക് വേണ്ടി ഈശോയെ അറിയണം, എനിക്ക് ഈശോയെ സ്നേഹിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാ ആഗ്രഹങ്ങളെയും, ഇവരുടെ ഉള്ളിലും ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം സഫലീകരിക്കപ്പെടാനും നിറവേറ്റപ്പെടാനും അതിനേക്കാൾ ഉപരി ഈശോയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും ഉയർത്തി ആത്മാർത്ഥമായിട്ട് ഈ കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞു മക്കളെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് നൽകണമേ, ഇവരെ നീ കൈപിടിച്ച് നടത്തണമേ.
ഈശോയെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ നീ നിന്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വഭാവത്തിൽ വിശുദ്ധീകരണങ്ങൾ ആവശ്യമുള്ള മക്കളെ കൈതൊട്ട് വിശുദ്ധീകരിക്കണമേ കർത്താവെ. മനസ്സിന് മുറിവേറ്റ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ മാതാപിതാക്കളിൽ നിന്ന് മുറിവേറ്റവരുണ്ടാകാം, മറ്റാരിൽ നിന്നൊക്കെ മുറിവേറ്റ മനസ്സുമായി കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കർത്താവ് അവരെ നിന്റെ തിരരക്തം കൊണ്ട് കഴുകണമേ. സ്നേഹം ലഭിക്കാതെ പോയതിൻ്റെ സങ്കടങ്ങളുള്ളവരുണ്ടെങ്കിൽ, തിരസ്കരിക്കപ്പെട്ടവർ, ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈശോ നിന്റെ സ്നേഹത്തിൽ ഇവരെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന, വിശിഷ്ടമായ ശുശ്രൂഷ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഈ യുവജനങ്ങളെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. അതിനുവേണ്ടി മുന്നോട്ട് വന്ന യുവജനങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ എല്ലാം ഈശോയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനകളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ കരുണ യാചിച്ചുകൊണ്ട് പരിശുദ്ധ നാമത്തിൽ ഇവരെ ആശീർവദിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പ്രാർത്ഥിച്ചിരുന്ന പോലെ കർത്താവ് നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് 2 ദിവസവും മഴ തന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ഒക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കൺവെൻഷൻ നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. നല്ല മഴ നമുക്ക് കിട്ടണം. ഭയങ്കരമായ അസ്വസ്ഥതകളിൽ ഒത്തിരി പേര് കടന്നു പോകുന്നുണ്ട്. നമുക്ക് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം തോന്നിച്ചു നമ്മൾ ഭാരപ്പെടുന്നുണ്ട് ചൂട് കൊണ്ട്, അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരു വീട്, ഭവനമൊന്നും ഇല്ലാത്ത അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് കയറി കിടക്കാൻ കൂരയില്ലാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പൊള്ളുന്ന സാഹചര്യത്തിൽ എവിടെ കിടക്കും? എവിടെ അന്തി ഉറങ്ങും? നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥന യാചിച്ചിട്ടുള്ള അനേകരുണ്ട്, അവരെ ഓർക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. കർത്താവെ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ. ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും വേണ്ടത് ദൈവമേ നീ നൽകണമേ, നിന്റെ സ്നേഹത്തിൽ നീ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.